സീരിയസ് ആയിട്ടുള്ള ആളാണ്. ബിക്കോസ് ലെജൻഡ് അല്ലേ, സൂപ്പർ സ്റ്റാർ ആണ് ലൈക്ക് ലിറ്ററലി. അപ്പോൾ സീരിയസ് ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും, ഒന്നുമല്ല. ഹീസ് ആക്ച്വലി സോ മച്ച് ഫൺ. ഒത്തിരി ഫണ്ണാണ്, ഭയങ്കര ക്യൂട്ടിയാണ് മമ്മൂക്ക. ഹീസ് സച്ച് എ ഫൺ പേഴ്സൺ. എന്താ പറയുക, ശരിക്കും ഒരു ചൈൽഡ് ലൈക്ക് ഹാർട്ടാണ് ശരിക്കും. അതുകൊണ്ടാണ് ആ യൂത്ത്ഫുൾനെസ് ഇപ്പോൾ ആയിരിക്കും മമ്മൂക്കേനെ കണ്ട സ്റ്റൈലും ആ സ്കിന്നും മറ്റേ ചാമും ഒക്കെ വന്നിട്ട് അത് മനസ്സുകൊണ്ട് ഹീസ് ലിറ്ററലി സോ പ്യുവർ. ഹീസ് സച്ച് എ ചൈൽഡ് യുനോ. അത് കാരണം ഹീസ് ആക്ച്വലി വെരി മച്ച് ഫൺ. സോ എനിക്ക് നല്ല മെമ്മറീസ് ആണ് ലിറ്ററലി മമ്മൂക്ക. നല്ല രസമായിരുന്നു മമ്മൂക്കേനെ ദിവസം കാണുമ്പോൾ തന്നെ. ഇറ്റ് വാസ് എ ട്രീറ്റ് ഡെഫിനറ്റ്ലി. അല്ല, താരം ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. ഞാന് പുതിയ പെരുന്നാളിന് കടുവാളിക്ക് പോയി 5 രൂപ ആദ്യ ചിത്രം 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ സത്യൻ, ഷീല എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. എന്നാൽ ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് ഒരു ചെറിയ വേഷം മാത്രമായിരുന്നു. ഒരു സാധാരണ സിനിമ കാണിയെപ്പോലെ ജനക്കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അദ്ദേഹം ഇതിൽ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പേര് ടൈറ്റിൽ കാർഡിൽ പോലും ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടിയുടെ ജീവിതരേഖ ചുരുക്കത്തിൽ: മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ ഇസ്മായിൽ എന്ന മമ്മൂട്ടി 1951 സെപ്റ്റംബർ 7 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം അഭിനയ രംഗത്തേക്ക് കടന്നുവന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിന് ശേഷം 1973 പുറത്തിറങ്ങിയ കാലചക്രം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തു. എന്നാൽ KG ജോർജ് സംവിധാനം ചെയ്ത മേള 1980 എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായത്. ഈ ചിത്രത്തിൽ അദ്ദേഹം ഒരു മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പിന്നീട് 1980കളുടെ തുടക്കത്തിൽ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ വർഷങ്ങളിലൊന്നായിരുന്നു 1980കളുടെ മധ്യം. അക്കാലത്ത് പുറത്തിറങ്ങിയ പുതിയ തീരങ്ങൾ, യവനിക, ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ, പൊന്തന്മാട, ഒരു CBI, ഡയറിക്കുറിപ്പ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിലെ ഒരു മുൻനിര നായകനായി വളർന്നു. അദ്ദേഹത്തിന്റെ അഭിനയ വൈദഗ്ധ്യം, കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ശബ്ദം എന്നിവ അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കി. 3 തവണ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ്, ഒരു വടക്കൻ വീരഗാഥ. മനസ്സിലാക്കിയിട്ടുള്ള ഈ ആരോഗ്യ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ആളുകളെ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ, നേരത്തെ പറഞ്ഞ രക്തദാനം ഉൾപ്പെടെ, എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫോക്കസ് ആളുകളുടെ വെൽബീയിങ്ങിലാണ്. ഹൃദയ ശസ്ത്രക്രിയയും ഒക്കെ എത്ര പേർക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവോ? അറിയില്ല. അദ്ദേഹം കാരണം നേത്ര ചികിത്സ കാഴ്ചയുടെ ലോകത്തിൽ നിന്ന് എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? 10,000 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നേത്ര ശസ്ത്രക്രിയയിലൂടെ കാഴ്ചയുടെ ലോകത്ത് വന്നിട്ടുണ്ട്. 2005 തുടങ്ങി ഈ നിമിഷം വരെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി, ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഹോസ്പിറ്റൽ, വീണ്ടും ലിറ്റിൽ ഫ്ലവർ ആശുപത്രി വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്ന കാര്യമാണ് പറയുന്നത്. 10,000 പേര് ഏറ്റവും ചുരുങ്ങിയത് മമ്മൂട്ടി എന്നൊരൊറ്റ വ്യക്തി കാരണം കാഴ്ചയുടെ ലോകത്ത് വന്നിട്ടുണ്ട്. സാമ്പത്തിക ഇല്ലാതെ 675 കുഞ്ഞു കുട്ടികളുടെ സർജറി ചെയ്തിട്ടുണ്ട് ഹൃദയ ശസ്ത്രക്രിയ. തിരുവനന്തപുരത്ത് നിംസ് ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് 300 പേരുടെ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. 350. അതുപോലെ 55 പേർക്ക് കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട്. കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റൽ, അത് നമ്മുടെ പ്രകാശാനന്ദ സ്വാമികളും മുരിക്കും പിതാവില്ലേ, മുരിക്കും പിതാവ് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. നമ്മുടെ പ്രകാശാനന്ദ സ്വാമികളാണ് ഈ രോഗികളെ എല്ലാം പോയി കണ്ടവരെ അനുഗ്രഹിച്ച് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്നത്. അത് അല്ല, മമ്മൂട്ടിയെ കുറിച്ച് ചില ആക്ഷേപങ്ങൾ പറയുന്നത് ഇതൊന്ന് കേൾക്കണം. അല്ലെ, ഇത് ഞാൻ എന്നോട് പറയുന്നത് നടക്കേണ്ട കാര്യങ്ങളല്ല, അതങ്ങ് ചെയ്താൽ മതി എന്ന് അല്ല. പ്രകാശാനന്ദ സ്വാമിയാണ് ഇവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവരെ കണ്ട് സംസാരിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, എനിക്ക് വിശ്വാസമാണ്, എനിക്കറിയാം. മമ്മൂക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മമ്മൂക്കയെ ഒരു കളത്തിൽ പിടിച്ചിട്ടാണെന്ന് പറ്റൂല. ഇനിയുണ്ട് വിദ്യാമൃതം പദ്ധതി. അതായത് ആദ്യം വന്നൊരു സംഭവം, അതായത് ഈ +2 കഴിഞ്ഞിട്ട് അനാഥാലയങ്ങളിൽ നിൽക്കുന്ന കുട്ടികൾക്ക് മുന്നോട്ട് പഠിക്കാൻ അനാഥാലയങ്ങളിൽ ഫണ്ട് ഉണ്ടാവില്ല, +2 കൊണ്ട് കഴിയും. അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സപ്പോർട്ട് ചെയ്ത് അത് BSc നഴ്സിംഗ് തുടങ്ങി, എഞ്ചിനീയറിംഗ് തുടങ്ങി ഒരു 100 കുട്ടികളെ ആദ്യം പഠിപ്പിച്ചു. പിന്നീട് ഇന്ന് അതിൻ്റെ ഫേസ് മാറിയിട്ട് കേരള തന്നെ വൈസ് ചെയർമാനായിട്ടുള്ള ഗിയോറീസ് MGM എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 12 കോളേജ് വഴി ഓരോ വർഷവും 300 കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം 300 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന 300 എഞ്ചിനീയർമാരോ ഫാർമസിസ്റ്റുകളോ ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിറക്കുന്ന കുട്ടികൾ. ഇതൊന്നും ആർക്കും അറിയത്തില്ല കേട്ടോ.
പിന്നെ വല്ലപ്പോഴെങ്കിലും പറയണ്ടേ? അല്ല, അത് ഈ പദ്ധതികൾ തുടങ്ങുമ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇഷ്ടംപോലെ അപേക്ഷകൾ വരുന്നുണ്ട്. എനിക്കറിയാം, ഞാനും പത്രത്തിലായിരുന്നപ്പം റിലീസ് വന്നിട്ടുണ്ട്. അതെ. പിന്നെ കോവിഡ് കാലത്താണ് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ലെന്നും പറഞ്ഞ് 4500 സ്മാർട്ട് ഫോണാണ്. 4500 പുതിയ സ്മാർട്ട് ഫോൺ. അതായത് കോവിഡ് കാലത്ത് ഈ ചർച്ച വരികയാണ് എന്താണ് പിള്ളേർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അപ്പം സാർ ഒരു കാര്യം ചെയ്യും, ഫേസ്ബുക്കിൽ അങ്ങ് ഇടാം, നമുക്ക് എന്നിട്ട് ഉപയോഗിച്ച ഫോൺ നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ ഫോൺ ഇരിപ്പുണ്ടാവുമല്ലോ. എന്നോട് നീ എന്താ ഈ പറയുന്നത്, ഉപയോഗിച്ച ഫോൺ എന്ന് പറഞ്ഞ് ഇനി അതിനകത്തുനിന്ന് ഡേറ്റ ചോർന്നു. അങ്ങനെയല്ല, നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ട് ചെയ്യണം, അതിന് ആത്മാർത്ഥയോടെ ചെയ്യണം. നമുക്ക് പുതിയ ഫോൺ ചോദിക്കാം. അപ്പം പുതിയ ഫോൺ ഇങ്ങനെയൊക്കെ കിട്ടും. ഞാനല്ലേ ചോദിക്കുന്നത്. ആള് ചോദിച്ചു, 4500 ഫോൺ വരികയും ചെയ്തു. അപ്പോൾ 4500 കുട്ടികൾക്ക് അത് കിട്ടി. അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഇഷ്ടം വന്നിരിക്കുന്നത് ടോക്ക് ടു മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ലഹരിക്കെതിരായിട്ടുള്ള നമ്മുടെ പരാതികൾ മമ്മൂക്കയെ വിളിച്ചറിയിക്കുന്ന ഒരു നമ്പർ. അത് കിട്ടുന്ന പരാതികളെ രഹസ്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ട്, പരാതിക്കാരൻ്റെ വിവരങ്ങൾ സൂക്ഷിച്ചിട്ട് പരാതി പോലീസിന് കൈമാറും. DGP കഴിഞ്ഞ ദിവസം വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞ് 8000 പരാതികളാണ് ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. 8000 പരാതികൾ അത് പ്രോസസ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാം നടപടിയാകുന്നുണ്ട്. നമ്മളാണ് ആ പരാതി കൈമാറിയെന്ന് മാത്രം നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. പല കാരണങ്ങൾ കൊണ്ട് ഐഡന്റിറ്റി പറയുന്നില്ല. അങ്ങനെ എത്ര പദ്ധതികൾ. ഈ രാജഗിരിയിൽ നടക്കുന്ന വേറൊരു പ്രോഗ്രാമാണ് വാൽവ് റീപ്ലേസ്മെന്റ്, റോബോട്ടിക് സർജറി. കുട്ടികളുടെ 200 കുട്ടികൾക്ക് ഈ വർഷം നമ്മൾ റോബോട്ടിക് സർജറി ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ നിരന്തരം എത്രയോ പദ്ധതികൾ. ആദിവാസി ഊരുകളിൽ ടെലിമെഡിസിൻ സ്ഥാപിച്ചിട്ടുണ്ട്. എത്രയോ ആദിവാസി ഏകാധ്യാപക സ്കൂളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്തു പോകുന്നു. ആ കുട്ടികൾക്ക്, ആ ട്രൈബൽ സമൂഹത്തിൽ നിന്ന് ആരെന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ചെയ്യാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ഏതായാലും മമ്മൂട്ടിയുടെ പിറന്നാൾ നാളെയാണ്. അതിന് തൊട്ട് മുമ്പ് മമ്മൂക്ക സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കുറേ ആളുകളുണ്ട്. സിനിമാക്കാരൻ മമ്മൂക്ക വെറും ഒരു സിനിമാക്കാരൻ.